ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ മാങ്ങ ഫുള്ളായിട്ടിട്ടുള്ള പുളിശ്ശേരിയൊന്നും അല്ല കേട്ടോ ഇത്. ഞാൻ നാട്ടിലേക്ക് വിളിക്കുമ്പോഴാണ് അമ്മ അവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടത്. പിന്നെ വന്ന് കിച്ചണിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയൊരു പാകിസ്ഥാനി മാങ്ങയായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കറക്റ്റ് പരുവാണിത്. നന്നായിട്ട് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ മാങ്ങയൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ഒരു പരന്ന ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളിയോ ചീനച്ചട്ടിയോ എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച ശേഷം നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിം കൂടി പോരുത്, ലോ ഫ്ലെയിമിലാക്കിയാണ് ഇടേണ്ടത്. അടുത്തതായിട്ട് ഈ മാങ്ങയൊന്ന് വെന്ത് കിട്ടുന്ന ഒരു സമയം കൂടെ നമുക്ക് ഇതിലേക്കുള്ള കൂട്ടം തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു മാങ്ങയുടെ അളവനുസരിച്ചിട്ടായിരിക്കും തേങ്ങയും നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂണോളം ജീരകം, ഒരു നുള്ളു ഉലുവാപ്പൊടി കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത ഈ ഒരു കൂട്ട് നമുക്ക് ആ ഒരു മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടി ഇത് വേവിച്ചെടുക്കാം. മാക്സിമം ഒരു 5 മിനിറ്റ്സ് അത്രയും മതിയാകും. അതിനുശേഷം നമുക്ക് നേരത്തെ അരച്ചിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ നല്ല കട്ട തൈരുകൾ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കട്ട തൈര്, പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ തന്നെ നമുക്ക് തൈര് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തന്നെ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില, പിന്നെ ഇത് കാന്താരി മുളകാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കാന്താരി മുളക് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിത് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ഒരു അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളുക. അപ്പോൾ നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി കടുക് പൊട്ടിച്ചെടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, ഒരു നുള്ള ഉലുവ, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ കാന്താരി മുളക് അല്ലെങ്കിൽ വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ആ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരുവം. എങ്കിൽ മാത്രമേ ആ കറിക്കൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതും ആ ഒരു മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നാട്ടിലെ അതേ രുചിയിൽ തന്നെ നമുക്ക് ഇവിടെയും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.